കെ.എം. മാണിക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം രാവിലെ 10 മണിക്ക് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പാലായിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് കോട്ടയത്തെ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും തിരുനക്കര മൈതാനത്തും പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം ജന്മനാടായ പാലായിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം നാളെയായിരിക്കും സംസ്കരിക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, നേരത്തെ നിശ്ചയിച്ച പ്രകാരത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു. ആശുപത്രി തന്നെ പൊതുദർശനത്തിന് വയ്ക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ അവിടെ ഒരുക്കിയിരിക്കുന്നത്? ആശുപത്രിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ക്രമീകരണങ്ങളിൽ ചില മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ 10 മണിക്ക് ഇവിടെ നിന്ന് മൃതദേഹം മോർച്ചറിയിൽ നിന്നെടുത്ത ശേഷം വിലാപയാത്രയെ കോട്ടയത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു മുൻപ് നിശ്ചയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ 9 മണിക്ക് തന്നെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തെടുത്ത ശേഷം ഏതാണ്ട് ഒരു 9:30 വരെ ഇവിടെ ആശുപത്രി ലോബിയിൽ പൊതുദർശനത്തിന് വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒടുവിലെടുത്തിരിക്കുന്ന തീരുമാനം. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ആശുപത്രി ലോബിയിൽ ചെയ്തു വരുന്നു. പോലീസും ആശുപത്രി ജീവനക്കാരും എല്ലാം ചേർന്ന് നല്ല സജ്ജീകരണങ്ങൾ ഒരുക്കി വരികയാണ്. ഏതായാലും കെ.എം. മാണിയുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും അടക്കമുള്ള അടുത്ത ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ എല്ലാ മക്കളും എത്തിയതിനു ശേഷമാകും മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുക. 9 മണിക്ക് തന്നെ എടുത്ത് 9:30 വരെ ഇവിടെ പൊതുദർശനത്തിന് വെക്കുക എന്നുള്ളതാണ് പദ്ധതി. അതായത് മുൻപ് അത്തരം ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഇന്നലെ തന്നെ ആശുപത്രി പൊതുദർശനത്തിന് വെച്ച സാഹചര്യത്തിൽ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല എന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന തീരുമാനം. പക്ഷേ ഇവിടെ ഇപ്പോൾ രാവിലെ വലിയ തോതിൽ പാർട്ടി പ്രവർത്തകരും നേതാക്കളുമായ ആളുകളും സാധാരണക്കാരായ ആളുകളും ഈ എറണാകുളത്തും സമീപ പ്രദേശത്തുമുള്ള കേരള കോൺഗ്രസ് UDF പ്രവർത്തകരും ഒക്കെ ഇവിടെ ആശുപത്രിയിലേക്ക് എത്തി തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യത്തിൽ ഒരു പുനരാലോചന നടത്താൻ കേരള കോൺഗ്രസ് നേതൃത്വവും മാണിയുടെ ബന്ധുക്കളും തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ ഒരു അല്പം നേരത്തേക്ക് ഇവിടെ പൊതുദർശനത്തിന് വെക്കാം എന്ന ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. 9:30 തന്നെ ഇവിടെ മൃതദേഹം ഇവിടെ നിന്ന് വിലാപയാത്രയായി പുറപ്പെടും. അതിനുള്ള വാഹന സജ്ജീകരണങ്ങളും അനുഗമിക്കേണ്ട വാഹനങ്ങളും എല്ലാം തയ്യാറായിട്ടുണ്ട്. പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക. അതായത് റോഡിന് ഇരുവശവും കാത്തു നിൽക്കുന്ന പ്രവർത്തകർക്കും നാട്ടുകാർക്കും വോട്ടർമാർക്കുമൊക്കെ അവസാനമായി മൃതദേഹം ഒന്ന് കാണുന്നതിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളുള്ള വാഹനമാണ് മൃതദേഹം വഹിക്കുന്നതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ വാഹനം ആശുപത്രിയിൽ എത്തിച്ചേരും എന്ന് കേരള കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ആരംഭിച്ച് തൃപ്പൂണിത്തുറ, പൂത്തോട്ട, വൈക്കം തലയോലപ്പറമ്പ് വഴി ഏറ്റുമാനൂരെത്തി കോട്ടയത്ത് എത്തുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 12 മണിയെങ്കിലും ആവും കോട്ടയത്ത് എത്തുമ്പോൾ എന്നാണ് മുൻ നിശ്ചയിച്ച പ്രകാരം. പക്ഷേ 12 മണിക്ക് എത്താൻ സാധ്യതയില്ല. നമുക്കറിയാം, വൈക്കം കഴിഞ്ഞാൽ അങ്ങ് കോട്ടയം വരെ കേരള കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒക്കെ ശക്തി കേന്ദ്രങ്ങളാണ്. കെ.എം. മാണിയുമായി വ്യക്തിപരമായ അടുപ്പം സൂക്ഷിക്കുന്ന വലിയ ജനാവലി താമസിക്കുന്ന ഒരു പ്രദേശമാണ്. കെ.എം. മാണിയുമായും കേരള കോൺഗ്രസുമായും ആത്മബന്ധം പുലർത്തുന്ന ഒട്ടനവധി ആളുകളുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിൽ കെ.എം. മാണിയെ അവസാനമായി, പ്രിയ നേതാവിന് അവസാനമായി ഒരു നോക്ക് കാണുന്നതിനും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനുമായി റോഡിനിരുവശവും വലിയ ജനക്കൂട്ടമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മുൻ നിശ്ചയിച്ച പ്രകാരം ഉള്ള സമയക്രമം പാലിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്, സംശയമുണ്ട്. കാരണം 12 മണിക്ക് അവിടെ എത്താൻ ഒരു വഴിയുമില്ല. 12 മണി കഴിയാൻ തന്നെയാണ് സാധ്യത. ഏതായാലും എത്തിയാലുടൻ തന്നെ ഏതാണ്ട് അരമണിക്കൂറോളം പാർട്ടി ആസ്ഥാനത്ത്, കോട്ടയത്ത് തിരുനക്കര തന്നെയുള്ള പാർട്ടി ആസ്ഥാനത്ത്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കാനാണ് തീരുമാനം. കാരണം കെ.എം. മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രധാന കർമ്മമണ്ഡലം കോട്ടയമായിരുന്നു. ഏറെക്കാലം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആസ്ഥാനം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു ആസ്ഥാനം തന്നെയായിരുന്നു കോട്ടയത്തെ തിരുനക്കരയിലെ പാർട്ടി ഓഫീസ് എന്ന് പറയാം. അവിടെ ഏതാണ്ട് അരമണിക്കൂറോളം പൊതുദർശനത്തിന് വെക്കുക എന്നുള്ളതാണ് ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ തിരുനക്കര മൈതാനിയിലേക്ക് മൃതദേഹം മാറ്റും. ഏതായാലും തിരുനക്കര മൈതാനിയെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസും കെ.എം. മാണിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു മൈതാനം തന്നെയാണ്. കേരള കോൺഗ്രസിൻ്റെ ഉദയത്തിനും ഒട്ടേറെ പിളർപ്പുകൾക്കും ലയനങ്ങൾക്കും ഒക്കെ സാക്ഷ്യം വഹിച്ച പൊതുയോഗങ്ങൾ നടന്ന ആ തിരുനക്കര മൈതാനം ഇപ്പോൾ അന്ന് കെ.എം. മാണിയുടെ പ്രസംഗം കേൾക്കാനും ആവേശം ഉൾക്കൊള്ളാനുമായി ആയിരക്കണക്കിന് കേരള കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്കെങ്കിൽ ഇപ്പോൾ ഇന്ന് എത്താൻ പോകുന്നത് സ്വന്തം നേതാവിൻ്റെ ചേതനയേറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരക്കണക്കിന് പ്രവർത്തകർ, കെ.എം. മാണിയുമായി അടുത്ത ബന്ധമുള്ളവർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവർ, കെ.എം. മാണിയുമായി വ്യക്തിബന്ധം പുലർത്തുന്നവർ ഒക്കെയും തിരുനക്കര മൈതാനിയിലേക്ക് എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെയും നടന്നു വരുന്നു. ഏതായാലും ഇന്ന് തിരുനക്കര മൈതാനിക്ക് ശേഷം പാലായിലേക്ക് കൊണ്ടുപോകും. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ മരങ്ങാട്ടുപള്ളിയിൽ അല്പസമയം പൊതുദർശനം, പാലാ ടൗൺ ഹാളിൽ, തുടർന്ന് 6 മണിക്ക് പാലായിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. നാളെ ഉച്ചവരെ പാലായിലെ വീട്ടിൽ, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം പാലാ കത്തീഡ്രൽ പള്ളിയിൽ സംസ്കാരം എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പാലായിലും കോട്ടയത്തും നടക്കുന്ന ഒരുക്കങ്ങളെ സംബന്ധിച്ച് പ്രശാന്ത് പിന്നീട് വിശദീകരിക്കുകയും ചെയ്യും. ഏതായാലും ഇവിടെ വലിയ തോതിൽ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രവർത്തകരും സാധാരണക്കാരായ ആളുകളും ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ കെ.എം. മാണിയുടെ 2 പെൺമക്കളും
മകൻ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയും അല്പം മുമ്പ് ആശുപത്രിയിലെത്തിയിരുന്നു. ജോസ് കെ മാണി അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിലെത്തും. അദ്ദേഹം രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടിലേക്ക് മടങ്ങിയതാണ്, ഇപ്പോൾ തന്നെ തിരിച്ചെത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ബന്ധുക്കൾ എത്തിയതിനു ശേഷമായിരിക്കും മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ഇവിടെ പൊതുദർശനത്തിന് വെക്കുവാൻ ഉദ്ദേശിക്കുന്ന ലോബിയിലേക്ക് മാറ്റുക. തീർച്ചയായും സാരി, കോൺഗ്രസ് നേതാക്കളെല്ലാം അദ്ദേഹത്തെ കോട്ടയത്ത് ചെന്നാണ് അദ്ദേഹത്തെ പൊതുദർശനത്തിന് വയ്ക്കുന്നിടത്ത് നിന്ന് അവസാനം ഒരു നോക്ക് കാണാൻ എത്തുക എന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിൽ സാധാരണക്കാരുടെ ഒരു തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ തന്നെയാണ് അവിടെ ആശുപത്രിയിലും പൊതുദർശനത്തിന് വയ്ക്കാമെന്ന തീരുമാനത്തിലെത്തിയത്. ഇപ്പോൾ എങ്ങനെയാണ് അവിടെയുള്ള സാധാരണക്കാരുടെ ഒഴുക്ക് എങ്ങനെയാണ്? ഈ അരമണിക്കൂറിനകത്ത് നിരവധി ജനങ്ങൾ അവിടെ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ക്രമീകരണങ്ങൾ ഏതു രീതിയിലാണ്? ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹത്തെ കാണേണ്ടതുണ്ട്. അതുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്? ഏതാണ്ട് അല്പസമയം മാത്രമേ ഇവിടെ പൊതുദർശനത്ത് വെക്കേണ്ടതുള്ളൂ എന്നാണ് തീരുമാനം. പക്ഷേ ആളുകൾ വലിയ കൂട്ടത്തോടെ എത്തുമെന്ന കാര്യത്തിൽ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ 4:57 മരണം സംഭവിച്ച ഏതാണ്ട് 7 മണി വരെയാണ് ഇവിടെ പൊതുദർശനത്തിന് വെച്ചത്. അതിനിടയിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് KM മാണിയെ ഒരു നോക്ക് കാണുന്നതിനായി ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തിയത്. അതിൽ മന്ത്രിമാരുണ്ടായിരുന്നു, CPI സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഉന്നതരായ നേതാക്കളുണ്ടായിരുന്നു, കേരള കോൺഗ്രസുമായി ബന്ധമുള്ള MLA മാർ, MP മാർ, ജനപ്രതിനിധികൾ, സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ, യാതൊരു രാഷ്ട്രീയവുമില്ലാത്ത അല്ലെങ്കിൽ KM മാണിയുടെയോ UDF-ന്റെ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമില്ലാത്ത എതിർ രാഷ്ട്രീയ ചേരിയിൽപ്പെട്ടവർ, അങ്ങനെ സമസ്ത മേഖലകളിൽ നിന്നുമുള്ള നിരവധി ആളുകൾ ഇന്നലെ ഇവിടെ ആശുപത്രിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. സമാന സാഹചര്യം തന്നെയാണ് ഇപ്പോഴുമുള്ളത്. പക്ഷേ പ്രധാന സംസ്ഥാന നേതാക്കളാരും ഇന്ന് രാവിലെ ഇവിടേക്ക് എത്താൻ സാധ്യതയില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് നേരത്തെ ഇവിടെ ഇത്തരത്തിൽ ഒരു പൊതുദർശനം മുൻപ് നിശ്ചയിച്ചിരുന്നില്ല. ഇവിടെ പൊതുദർശനം രാവിലെ ഇല്ല എന്ന് തന്നെയാണ് ഇന്ന് രാവിലെ അല്പം മുമ്പ് വരെ മാധ്യമങ്ങളിൽ നിന്നും മറ്റും വാർത്ത വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാന നേതാക്കളാരും ആശുപത്രിയിലേക്ക് രാവിലെ എത്താൻ സാധ്യതയില്ല. പക്ഷേ എറണാകുളവും ചുറ്റുവട്ടത്തുമുള്ള ഒട്ടേറെ ആളുകൾ KM മാണിക്ക് വ്യക്തിപരമായി ബന്ധമുള്ള, കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തോടും UDF രാഷ്ട്രീയത്തോടും അടുപ്പമുള്ള ഒട്ടേറെ പേരുള്ള ഒരു പ്രദേശമാണ്. ജനപ്രതിനിധികൾ അടക്കം ഇവിടെ നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെയും രാവിലെ ഈ മൃതദേഹം യാത്രയാക്കുന്നതിന് വേണ്ടി ഒത്തും. ഒപ്പം തന്നെ ഈ സമീപ പ്രദേശത്തുള്ള കേരള കോൺഗ്രസ് പ്രവർത്തകരും ചില നേതാക്കളും ഒക്കെയായി രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് മൃതദേഹം ഒരിക്കൽ കൂടി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളുടെ ഭാഗമായാണ് അരമണിക്കൂർ പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ലോബിയിൽ ചെയ്തിട്ടുണ്ട്. പോലീസും ആശുപത്രി അധികൃതരും ചേർന്ന് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഏതാണ്ട് 9 മണിയോടുകൂടി തന്നെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തെടുക്കും. KM മാണിയുടെ മക്കളും മരുമക്കളും അടക്കമുള്ള ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 9:30 വരെ ആയിരിക്കും ഇവിടെ വയ്ക്കുക. 9:30 ശേഷം വിലാപയാത്രയായി പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ കോട്ടയത്തേക്ക് പുറപ്പെടുകയും ചെയ്യും. സാലി, അദ്ദേഹം ആശുപത്രിയിൽ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം സുഖപ്പെട്ടു വരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളും ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മരണം ഇപ്പോഴും പ്രവർത്തകർക്കിടയിലും അതുപോലെ ജനങ്ങൾക്കും ഒരു സ്വീകാര്യമായ ഒരു കാര്യമല്ല. അവിടെയുള്ള പൊതുവികാരം എങ്ങനെയാണ്, ജനങ്ങളുടെ ഒരു പൊതുവികാരം എങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും. കാരണം KM മാണി ഏറെ നാൾ രോഗബാധിതനായി കിടന്നിരുന്നുമില്ല. അദ്ദേഹം രോഗിയായിരുന്നു, അദ്ദേഹത്തിന് ചികിത്സ ഉണ്ടായിരുന്നു എന്ന് ആളുകൾക്കും പാർട്ടി പ്രവർത്തകർക്കൊക്കെ അറിയാമായിരുന്നെങ്കിൽ പോലും ഇത്ര വേഗം ഒരു വിടവാങ്ങൽ പൊതുസമൂഹം പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ അവിചാരിതമായി പെട്ടെന്നുണ്ടായൊരു മരണം തന്നെയാണ്. കാര്യം 86 വയസ്സായെങ്കിൽ പോലും അവിചാരിതമായി പെട്ടെന്നുണ്ടായൊരു മരണം തന്നെയാണ് KM മാണിയുടേത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി അടുപ്പമുള്ള കേരള കോൺഗ്രസിൻ്റെ UDF-ൻ്റെ പ്രവർത്തകർക്കും മറ്റാളുകൾക്കുമൊന്നും ഇത് പൂർണ്ണമായി ഈ മരണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും എന്നുള്ളതാണ് വസ്തുത. പെട്ടെന്ന് തന്നെ സംഭവിച്ച ഒരു മരണം. അദ്ദേഹം രോഗിയായിരുന്നു എന്ന് പൊതുസമൂഹത്തിൽ ഇടയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചയായിരുന്നു. പക്ഷേ മരണത്തിലേക്ക് എത്തുന്ന തരത്തിൽ ഒരു മൂർധന്യാവസ്ഥ ഈ രോഗത്തിലുണ്ട് എന്ന തരത്തിൽ പുറത്ത് വിവരം ലഭിച്ചിരുന്നില്ല. പക്ഷേ പെട്ടെന്നുണ്ടായൊരു മരണം എന്ന നിലയ്ക്ക് തന്നെയാണ് ആളുകൾ ഇതിനെ കാണുന്നത്. കാരണം അവിചാരിതമായി അപ്രതീക്ഷിതമായി എത്തിയ ഒരു മരണം. കാരണം KM മാണി സജീവമായി രാഷ്ട്രീയത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 50, 55, 60 വർഷത്തോളമായി 6 പതിറ്റാണ്ടിൻ്റെ പൊതുപ്രവർത്തന പാരമ്പര്യവും വ്യക്തിബന്ധങ്ങളും സൂക്ഷിക്കുന്ന ഒരു നേതാവ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് വിപുലമായി വ്യക്തിബന്ധങ്ങളുണ്ട്, രാഷ്ട്രീയപരമായ ബന്ധങ്ങളുണ്ട്, അടുപ്പങ്ങളുണ്ട് KM മാണിക്ക്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ നഷ്ടം തന്നെയാണ് പലരെ സംബന്ധിച്ചിടത്തോളം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് രാഷ്ട്രീയത്തിന് അപ്പുറമാണ് KM മാണിയുടെ വ്യക്തിബന്ധം. KM മാണിക്ക് ഈ 5-6 പതിറ്റാണ്ട് കാലം പൊതുരാഷ്ട്രീയത്തിൽ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന കാലത്ത് അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത വ്യക്തിബന്ധങ്ങൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും അദ്ദേഹത്തെ വളരെ ആത്മബന്ധം സൂക്ഷിച്ചിരുന്നു. അത് ഇന്നലെ ഇവിടെ പൊതുദർശനത്തിന് വെച്ചപ്പോഴും ആ ആത്മബന്ധത്തിൻ്റെ പ്രതിഫലനം നമ്മൾ കണ്ടതാണ്. വളരെ വേദനയോടെയാണ് എല്ലാവരും, അത് എതിർ രാഷ്ട്രീയ ചേരിയിൽപ്പെട്ട നേതാക്കന്മാരാണെങ്കിൽ പോലും വളരെ വേദനയോടും ദുഃഖത്തോടും കൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാനായി ആശുപത്രിയിലെത്തിയത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന
പറയുന്ന ഒരു മരണമായി KM മാണിയുടെ മരണം ഇനിയും മാറിയിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങൾ വരെ സജീവമായി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട തർക്കവിതർക്കങ്ങളിൽ കേരള കോൺഗ്രസിനുള്ളിലുണ്ടായ പ്രശ്നങ്ങളിൽ യുഡിഎഫിനുള്ളിൽ കോൺഗ്രസും കേരള കോൺഗ്രസുമായി ഉണ്ടായ തർക്കങ്ങളിലൊക്കെ അദ്ദേഹം ആ ചർച്ചകളിലൊക്കെ കൃത്യമായി ഭാഗഭാക്കാകുകയും അതിൽ പാർട്ടിയുടെ നിലപാട് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തു. അത്രമേൽ സജീവമായിരുന്നു ഈ അടുത്ത ദിവസങ്ങൾ വരെ അദ്ദേഹം. പക്ഷേ നിർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാവുകയും വളരെ വഷളാവുകയും അങ്ങനെ പ്രചരണ രംഗത്തേക്ക് വരാൻ കഴിയാതിരിക്കുകയും ചെയ്തു. ഏതാണ്ട് 60കൾക്ക് ശേഷം നടന്ന ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പാണ് KM മാണിയുടെ പ്രചരണ രംഗത്തില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം മടങ്ങി വരും പൂർണ്ണ ആരോഗ്യവാനായി എന്ന പ്രതീക്ഷയിലായിരുന്നു കേരളത്തിലെ പൊതുസമൂഹം. ആ പ്രതീക്ഷ അസ്ഥാനത്താണെന്ന് തെളിയിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ കേരളത്തെ പൊതുസമൂഹത്തെ, രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറമുള്ള പൊതുസമൂഹത്തെ ഖിന്നരാക്കിക്കൊണ്ടാണ് ഇന്നലെ 4:57 അദ്ദേഹം മരണമടഞ്ഞത്. ഇപ്പോഴും ആ മരണം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന്, വിശേഷിച്ച് കേരള കോൺഗ്രസും UDF-ഉമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും സാലി, കോട്ടയത്തുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അതെല്ലാം വളരെയധികം സംയമന രീതിയിൽ അത് കൈകാര്യം ചെയ്ത് അദ്ദേഹം തന്നെയായിരുന്നു. എല്ലാത്തിനും മുൻപന്തിയിൽ നിന്നതും അദ്ദേഹം തന്നെ. ഒരിക്കലും ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം ഇങ്ങനെ ഒരു അവസ്ഥയിലാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. 86 വയസ്സായെങ്കിൽ പോലും ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനത്തിലും ആ വയസ്സ് അദ്ദേഹത്തിന് ഒരു വയ്യായ്മ മനസ്സിലാക്കിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം PC ജോർജ് അനുസ്മരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നിയമസഭയിലാണെങ്കിൽ പോലും ഒരിക്കൽ പോലും അദ്ദേഹം വയ്യ എന്ന് പറഞ്ഞിട്ടില്ല. പറ്റുകേല എന്ന് മാത്രമാണ്, അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറ്റുകേല എന്ന് മാത്രമാണ് പറഞ്ഞത്. അതുപോലെ ഇത്രയും പെട്ടെന്ന് ഒരു പാലായ്ക്ക് ഇങ്ങനൊരു MLA നഷ്ടമാകുമ്പോൾ ഏത് രീതിയിലാണ് അവിടെയുള്ള നിലവിലെ ഒരു പ്രവർത്തകർക്കിടയിലെ ഒരു അവസ്ഥ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഖിന്നരാണ് കേരള കോൺഗ്രസ് പ്രവർത്തകർ. മാത്രമല്ല പൊതുസമൂഹത്തിനിടയിൽ നിന്നും അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ഏർപ്പാട് എന്ന നിലയ്ക്ക് തന്നെയാണ് KM മാണിയുടെ മരണത്തെ പൊതുസമൂഹം കാണുന്നത്. കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനപ്പുറമായി വിപുലമായ സൗഹൃദ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും മനസ്സിൽ സൂക്ഷിക്കുകയും എക്കാലം അത് കൊണ്ടു നടക്കുകയും ചെയ്തിരുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ KM മാണിയുടെ വേർപാട് പാലക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ നിരാശാജനകവും ദുഃഖാർത്ഥവുമാണ് കാര്യങ്ങൾ എന്ന് പറയാതെ വയ്യ. അത് നമുക്ക് വരും മണിക്കൂറുകളിൽ വ്യക്തമാവുകയും ചെയ്യും. പാല രാഷ്ട്രീയത്തിനപ്പുറം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായിരുന്നു KM മാണി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രണ്ട് മുന്നണികളിലായി അദ്ദേഹം ദീർഘകാലം, ഏതാണ്ട് 5 പതിറ്റാണ്ട് കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞ സാന്നിധ്യമായി നിൽക്കുമ്പോഴും പാലായെ അദ്ദേഹം ഒരു ഘട്ടത്തിലും കൈവിട്ടിരുന്നില്ല. പാലക്കാർ തിരിച്ചും അദ്ദേഹത്തെ കൈവിട്ടിരുന്നില്ല. പാലായുടെ രാഷ്ട്രീയ ചരിത്രവും പാർലമെന്ററി ചരിത്രവുമായി ബന്ധപ്പെടുത്തി വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. 64-ൽ പാലാ നിയമസഭാ മണ്ഡലം രൂപീകൃതമായ ശേഷം ഒരിക്കൽ പോലും മറ്റൊരു MLA പാലക്കാർക്കുണ്ടായിട്ടില്ല. ഏറെയും കുറഞ്ഞും ഭൂരിപക്ഷം നിന്നപ്പോഴും എല്ലാ കാലത്തും KM മാണിയെ മാത്രമേ പാലായിലെ വോട്ടർമാർ വരിച്ചിട്ടുള്ളൂ. അത് വളരെ വ്യക്തമാണ്. അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം KM മാണിക്ക് പാലായിലെ വോട്ടർമാരുമായിട്ടുള്ള വലിയ ബന്ധം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളിൽ KM മാണി കുരുങ്ങി നിൽക്കുമ്പോഴായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ഭൂരിപക്ഷം അത്രയും കുറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തെ കൈവിടാൻ പാലായിലെ വോട്ടർമാർ തയ്യാറായില്ല. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽപ്പെട്ട മറ്റു പല നേതാക്കളും തെരഞ്ഞെടുപ്പിൽ അടിപതറിയപ്പോഴും KM മാണിയെ കൈവിടാൻ പാലായിലെ വോട്ടർമാർ തയ്യാറായില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം ആ മണ്ഡലത്തിൽ സൂക്ഷിച്ച വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും തന്നെയാണ്. രാഷ്ട്രീയത്തിനപ്പുറം പാലക്കാരുടെ എന്നും മാണിക്യമായിരുന്നു KM മാണി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് എതിർ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർ പോലും അക്കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത അംഗീകരിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അവിചാരിതമായി ഉണ്ടായ ഒരു വേർപാട് ഇനിയും ഉൾക്കൊള്ളാൻ പാലായിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും സാമൂഹ്യമായൊരു നഷ്ടമാണ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നികത്താനാവാത്തൊരു വിടവ് തന്നെയാണ് KM മാണിയുടെ അന്ത്യം എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് പ്രതിഫലിക്കുന്നതാണ് ഇവിടെ എത്തുന്ന ഓരോ ആളുകളുടെയും പ്രവൃത്തിയും മനസ്സും മുഖവും എന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം വലിയ ജനക്കൂട്ടം ഓരോ നിമിഷവും ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. സമാനമായ സാഹചര്യം തന്നെയാവും കോട്ടയത്തും പാലായിലും ഉണ്ടാവുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും മുൻ നിശ്ചയിച്ച പ്രകാരം 9 മണിക്ക് മൃതദേഹം മോർച്ചറിയിൽ നിന്ന് എടുക്കും എന്ന് കരുതുന്നു. 9:30 ഇവിടെ നിന്ന് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വാഹനത്തിൽ കോട്ടയത്തേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തിയായി വരികയാണ്.
തീർച്ചയായും സാലി, വരും മണിക്കൂറിൽ കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. ഇനിയൊരു ഇടവേള. പാലായുടെ മാണിക്യമാണ് കെ എം മാണി. 1964 രൂപീകൃതമായ പാലാ നിയമസഭാ മണ്ഡലത്തിൽ 1965 മുതൽ 12 തവണ വിജയിച്ച കെ എം മാണി ഒരിക്കലും തെരഞ്ഞെടുപ്പ് പരാജയം അറിഞ്ഞിട്ടില്ല. വിവാദങ്ങൾ പിടിച്ചുലച്ചപ്പോൾ പാലായിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും നാട്ടുകാരോടുള്ള അടുപ്പവുമാണ് മാണിക്ക് എന്നും തുണയായിട്ടുള്ളത്. പാർട്ടി പ്രവർത്തകരെയും നാട്ടുകാരെയും കൂടെ നിൽക്കുന്നവരെയുമെല്ലാം അറിയുകയും പിന്നീട് കാണുമ്പോൾ അവരുടെ പേര് പോലും ഓർമ്മിച്ചു വിളിക്കുന്ന അപൂർവ നേതാക്കളിലൊരാളാണ് കെ എം മാണി. സമുദായ സമവാക്യങ്ങൾക്കൊപ്പം പാലായിലേക്ക് വികസനം കൊണ്ടുവന്നാണ് കെ എം മാണി പാലായുടെ മാണിക്കമായി ജനമനസ്സിൽ ഇടം പിടിച്ചത്. സിവിൽ സ്റ്റേഷൻ, ജനറൽ ഹോസ്പിറ്റൽ, KSEB കെട്ടിടം അടക്കം ഇന്ന് കാണുന്ന എല്ലാ നിർമ്മിതികളും കെ എം മാണിയുടെ സംഭാവനയാണ്. സ്വന്തം മണ്ഡലത്തിലേക്ക് പല പദ്ധതികളും വകമാറ്റിയതിന്റെ പേരിൽ രാഷ്ട്രീയ പരിഹാസങ്ങളും മാണിക്ക് ഏറെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. റബ്ബറിന്റെ രാഷ്ട്രീയമാണ് കെ എം മാണിയുടേതെന്ന് എതിരാളികൾ പരിഹസിക്കുമെങ്കിലും മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകൾ റബ്ബർ എന്ന നാണ്യവിളയുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നു. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് 2016 ബിജു രമേശ് ഉയർത്തിയ ബാർക്കോട വിവാദത്തിനിടയിലും 12ാം തവണയും കെ എം മാണിക്ക് പാലയിൽ നിന്നും ജയിക്കാനായത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇപ്പോൾ പ്രശാന്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഇന്ന് 9:30 കൂടി തന്നെ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കോട്ടയത്ത് എത്തിക്കുമെന്നാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ പൊതുദർശനവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുക്കിയിരിക്കുന്നത്? പ്രശാന്ത്, കേൾക്കാമോ? ഹലോ പ്രശാന്ത്, ഇന്ന് 9:30 കൂടി തന്നെ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കോട്ടയത്ത് എത്തിക്കുമെന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഒരുക്കങ്ങളാണ്, എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്? പ്രശാന്തിലേക്ക് തിരിച്ചു വരാം. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. 9 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ നിന്നും പുറത്തെടുത്ത് അരമണിക്കൂറോളം ആശുപത്രിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം 9:30 കൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോവുക. കോട്ടയത്ത് വിവിധ ഇടങ്ങളിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്നത്. ആദ്യം കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം തിരുനക്കര മൈതാനത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. പ്രശാന്തിലേക്ക് മടങ്ങിവരാം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കേരള രാഷ്ട്രീയത്തിലെ ചാണക്യൻ വിടവാങ്ങുമ്പോൾ അത് ചരിത്രം രചിച്ചുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരാജയം എന്തെന്നറിയാത്ത വ്യക്തിത്വം. ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി, 11 മന്ത്രിസഭകളിൽ മന്ത്രി തുടങ്ങിയ നിരവധി നേട്ടങ്ങൾ ബാക്കിയാക്കിയാണ് മാണി സാർ വിടവാങ്ങുന്നത്. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിലെ മരങ്ങാട്ടുപള്ളിയിൽ കർഷക ദമ്പതികളായിരുന്ന തൊമ്മൻ മാണിയുടെയും ഏലിയാമ്മയുടെയും മകനായി 1933 ജനനം. തൃശ്ശിനാപ്പള്ളി സെന്റ് ജോസഫ് കോളേജ്, മദ്രാസ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കി. ഹൈക്കോടതി ജഡ്ജി P. ഗോവിന്ദമേനോന്റെ കീഴിൽ 1955 മുതൽ കോഴിക്കോട് അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമായി. കോൺഗ്രസ് പ്രവർത്തകനായിട്ടായിരുന്നു രാഷ്ട്രീയ ജീവിതത്തിന് തുടക്ം കുറിച്ചത്. 1960-64 കോട്ടയം ജില്ലാ DCC പ്രസിഡന്റായി. 1959 KPCC അംഗം. 1964 R. ശങ്കർ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി PT ചാക്കോയുടെ രാജിയെ തുടർന്ന് കോൺഗ്രസിൽ ഉടലെടുത്ത പ്രതിസന്ധി പാർട്ടിയെ പിളർത്തി. 64 സെപ്റ്റംബർ ആദ്യവാരത്തിൽ ചേർന്ന നിയമസഭയിൽ തങ്ങൾ പ്രത്യേക ബ്ലോക്കായിരിക്കുമെന്ന് 15 ചാക്കോ അനുകൂല MLA മാർ തീരുമാനിക്കുന്നു. KM ജോർജ് ആയിരുന്നു അന്ന് നേതാവ്. R. ബാലകൃഷ്ണപിള്ള ഡെപ്യൂട്ടി ലീഡറും. പിളർപ്പുകാലത്ത് ആദ്യം കോൺഗ്രസിനൊപ്പം നിന്ന മാണി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ കളം മാറ്റിച്ചവിട്ടി കേരള കോൺഗ്രസിലെത്തി. 1965 മാർച്ച് 4-നായിരുന്നു കോൺഗ്രസിലെ പിളർപ്പിന് ശേഷമുള്ള പൊതുതെരഞ്ഞെടുപ്പ്. കേരള കോൺഗ്രസ് 25 സീറ്റിൽ വിജയിച്ച് കരുത്ത് തെളിയിച്ചു. കോൺഗ്രസിന് വിജയിപ്പിക്കാനായത് 36 പേരെ മാത്രം. എന്നാൽ ചതുഷ്കോണ മത്സരത്തിൽ ആർക്കും ഭൂരിപക്ഷം ലഭിച്ചില്ല. ഇതോടെ സഭ പിരിച്ചുവിടേണ്ടി വന്നു. ഇടതുപക്ഷ സ്വതന്ത്രനായ VT തോമസിനെയാണ് അന്ന് KM മാണി പരാജയപ്പെടുത്തിയത്. 9585 വോട്ടായിരുന്നു അന്ന് ഭൂരിപക്ഷം. 1975 ഡിസംബർ 26-ന് ആദ്യമായി മന്ത്രിസഭയിൽ അംഗമായി KM മാണി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ അംഗമായിരുന്നതിന്റെ റെക്കോർഡും KM മാണിക്ക് മാത്രം. അച്യുതമേനോന്റെ ഒരു മന്ത്രിസഭയിലും കരുണാകരന്റെ 4 മന്ത്രിസഭകളിലും ആന്റണിയുടെ 3 മന്ത്രിസഭകളിലും PKV മന്ത്രിസഭയിലും, 1 മന്ത്രിസഭയിലും, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അംഗമായിരുന്നു KM മാണി.
ഏറ്റവും കൂടുതൽ തവണ ഒരേ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ റെക്കോർഡും കെ.എം. മാണിയുടെ പേരിലാണ്. 1964 രൂപീകൃതമായ പാലാ നിയമസഭാ മണ്ഡലത്തിൽ 65 മുതൽ 13 തവണ അവിടെ ജയിച്ച മാണി ഒരിക്കലും തെരഞ്ഞെടുപ്പ് പരാജയം അറിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ പാർട്ടിയിൽ പല പിളർപ്പുകളും കൂടിച്ചേരലുകളും രാഷ്ട്രീയ കേരളം ദർശിച്ചു. 2014 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൂട്ടിയ 418 ബാറുകൾ തുറക്കുന്നതിനായി ബാറുടമകളുടെ സംഘടനയിൽ നിന്ന് 1 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ മാണിക്ക് രാജിവെക്കേണ്ടി വന്നു. സീസറിന്റെ ഭാര്യ സംശയങ്ങൾക്ക് അതീതിയായിരിക്കണമെന്ന കോടതി പരാമർശമാണ് രാജിക്ക് ആക്കം കൂട്ടിയത്. 2015 നവംബർ 10-നായിരുന്നു രാജി. പതിറ്റാണ്ടുകൾ നീണ്ട കെ.എം. മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ കറുത്ത ഏടായിരുന്നു അത്. കെ.എം. മാണി എന്ന കേരള രാഷ്ട്രീയത്തിലെ അതികായൻ തന്റേതായ അടയാളപ്പെടുത്തലുകൾ ചരിത്രത്തിന്റെ ഭാഗമാക്കിയാണ് വിട പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 9:30 അദ്ദേഹത്തിന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് പൊതുദർശനത്തിനായി കോട്ടയത്തേക്ക് തിരിക്കും. ഇപ്പോൾ കോട്ടയത്ത് നിന്നും പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, എത്ര മണിയോടുകൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം കോട്ടയത്തേക്ക് എത്തുക? അവിടെ പൊതുദർശനത്തിന് വയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ ഏത് തരത്തിലാണ്? 9:00 കൊച്ചിയിൽ നിന്നും ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരിക. പ്രധാനമായും തൃപ്പൂണിത്തുറ, വൈക്കം, തലയോലപ്പറമ്പ് തുടങ്ങിയ ഭാഗങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. അവിടെയെല്ലാം തന്നെ ഒരുപക്ഷെ പ്രവർത്തകർ എത്തി അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം തന്നെ കണക്കെടുത്തുകൊണ്ട് ഇവിടെ ഒരു 12:30-1 മണിയോടുകൂടി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ 12 മണിക്കാണ് സമയം പറഞ്ഞിരിക്കുന്നത്. 12 മണിയോടുകൂടി ഭൗതികദേഹം എത്തിക്കുമെന്നും അതിനുശേഷം അരമണിക്കൂറോളമാണ് പാർട്ടി ഓഫീസിൽ ഭൗതികദേഹം വെക്കുക. അതിനുശേഷം കൂടുതൽ, കാരണം ഇവിടുത്തെ ഒരു സ്ഥലപരിമിതിയുടെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അരമണിക്കൂർ മാത്രമേ ഇവിടെ പൊതുദർശനത്തിൽ വെക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ ഓഫീസിന്റെ പരിസരമാകെ ഇപ്പോൾ ഇതിന്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നതിന്റെ തിരക്കുകളിലാണ് മറ്റുള്ളവർ. ഇവിടെ അരമണിക്കൂർ പൊതുദർശനം വെച്ച ശേഷം ഇവിടെ നിന്നും കേരള കോൺഗ്രസ് പിറന്ന തിരുനക്കര മൈതാനത്തേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം അവിടെ എത്തിക്കും. അതിനുശേഷം അവിടെയായിരിക്കും പൊതുജനങ്ങൾക്കെല്ലാം അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരത്തിലടക്കം ഗതാഗത ക്രമീകരണങ്ങളും മറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു 2 മണിക്കൂർ നീണ്ട പൊതുദർശനം, അതിനുശേഷം എല്ലാവർക്കുമുള്ള ഒരു സൗകര്യം എന്ന രീതിയിൽ തന്നെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. കാരണം കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലമാണ് കോട്ടയം. അതുകൊണ്ട് തന്നെ നിരവധി പ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെല്ലാം കണക്കെടുത്തുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് വെച്ചിരിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും എല്ലാവരും തന്നെ തിരുനക്കരയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ തിരുനക്കരയിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഒരു 2 മണി 2:30 തന്നെ മൃതദേഹം ഇവിടെ നിന്നും കെ.എം. മാണിയുടെ ജന്മദേശമായ മരങ്ങാട്ടുപള്ളിയിലേക്ക് കൊണ്ടുപോകും. മരങ്ങാട്ടുപള്ളിയിൽ പൊതുദർശനത്തിൽ വെക്കുകയും അത് കാരണം അവിടെ വാഹനത്തിൽ തന്നെയായിരിക്കും പൊതുദർശനത്തിൽ വെക്കുക. കാരണം പ്രധാനമായും മൃതദേഹം വാഹനത്തിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും ഒപ്പം തിരുനക്കരയിൽ മാത്രമാണ്. മറ്റിടങ്ങളിലെല്ലാം തന്നെ വാഹനത്തിൽ തന്നെ വെച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും. ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നീട് 4:30 പാലാ ടൗൺ ഹാളിലേക്കാണ് ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം കടന്നു പോവുക. തുടർന്ന് അതിനുശേഷം 6-6:15 തന്നെ പാലയിലെ കരിമകൾ ബസ്സിലേക്ക് കെ.എം. മാണിയുടെ മൃതദേഹം കൊണ്ടുവരും. എന്തായാലും വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് കോട്ടയത്ത് എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഓഫീസിലടക്കം പന്തിലടക്കം ഇടുന്നതിന്റെ തിരക്കുകളിലാണ്. കാരണം ഇവിടെയും നിരവധി പേർ എത്താനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നഗരത്തിലടക്കം ക്രമീകരണങ്ങളും അടക്കം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ കെ.എം. മാണിയോടൊപ്പം 32 വർഷമായി അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ബാബുചേട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം കെ.എം. മാണിയെ ഓർത്തെടുക്കുകയാണ്. മാണി സാറുമായിട്ടുള്ള ഒരു ബന്ധത്തെ ഏത് രീതിയിലാണ് ഓർത്തെടുക്കുന്നത്? സാറായിട്ട് ഉള്ള ബന്ധമെന്ന് 40 കൊല്ലത്തെ ബന്ധം ഉണ്ട്. എനിക്കൊരു 32 കൊല്ലത്തോളം ഇവിടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. 3 ടേം പേഴ്സണൽ സ്റ്റാഫിലിരുന്നായിരുന്നു. സാറിനെ അതിനെക്കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞാൽ പറയാൻ ഒത്തിരി ഉണ്ട്. സാറിനെ നമ്മളെ കാണപ്പെട്ട ദൈവം ആയിട്ടാണ് ഞാൻ സാറിനെ കണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇവിടെ വന്നു പോയത് എന്ത് കാര്യത്തിനായിരുന്നു എന്നൊക്കെ ഓർക്കുന്നുണ്ടോ? അതൊരു 1.5-2 മാസം മുമ്പ് ദീപികയുടെ ഒരു പരിപാടി തിരുനക്കര മൈതാനത്തുണ്ടായിരുന്നു. അന്ന് സാറിവിടെ വന്നേച്ചാണ് ആ പരിപാടിക്ക് പോകുന്നത്. അതാണ് വന്നത്, ലാസ്റ്റായിട്ട് ഇപ്പോൾ വന്നത്. 1.5 മാസം എടുത്ത് കാണുന്നു, കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ദീപികയുടെ പരിപാടി മൈതാനത്ത് നടന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ സാറ് വന്നിട്ടില്ല. ഈ ഓഫീസിന്റെ ഇപ്പോൾ 32 വർഷത്തോളം ഈ ഓഫീസിന്റെ സെക്രട്ടറി എന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മാണി സാർ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ കൃത്യമായി നിത്യേന വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ടോ? എങ്ങനെയാണ് മാണി സാറിന്റെ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം? ഇല്ല, സാറ് എപ്പോഴും വിളിക്കുകയും വന്നാൽ തന്നെയാണെങ്കിലും ഓഫീസിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും
കാര്യങ്ങളൊക്കെ തിരക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. കോട്ടയത്തൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാനസാരോഗ്യ ആഫീസിൽ കയറാൻ ഇന്നുവരെ പോയിട്ടില്ല. ഇവിടെ വന്ന് സാർ ഒരു ചായ കുടിക്കുക. തീർച്ചയായും പ്രശാന്ത്, വളരെ ദുഃഖത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച പ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുന്നത്. വരും മണിക്കൂറിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇനിയൊരു ഇടവേള.